യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു ശിഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ വിശേഷണമാണ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ളത്. ആ ഒരു ഭാഗ്യം വിശുദ്ധ യോഹന്നാന് ലഭിച്ചു. അന്ത്യത്താഴവേളയിൽ ലോകത്തോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഈശോയുടെ ഹൃദയം മിടിക്കുകയായിരുന്നു. ആ സമയത്ത് ഈശോയുടെ വശത്തിൽ ചാരിയിരിക്കാനും ആ സ്നേഹം, ആ ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും യോഹന്നാന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റ് ശിഷ്യന്മാരൊക്കെ ഈശോയുടെ പീഡാനുഭവ കുരിശുമരണ സമയത്ത് ഓടി ഒളിച്ചപ്പോൾ വിട്ടുപിരിയാതെ കൂടെ നിൽക്കാൻ യോഹന്നാന് തോന്നിയത്. അതിന് സമ്മാനമായി അമ്മയെ കിട്ടി. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം, ഒരു നല്ലൊരു ദൃശ്യം യോഹന്നാന് കാണാൻ പറ്റി. ലോകത്തോടുള്ള ആ വലിയ സ്നേഹം സ്നേഹിച്ച് തീർന്നിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് കുന്തത്താൽ കുത്തപ്പെട്ടപ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് വമിച്ച് ഒഴുകിയ ആ നിമിഷം, അത് നേരിൽ കാണാൻ, അത് സാക്ഷ്യപ്പെടുത്തുവാൻ യോഹന്നാന് ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈശോയുടെ ശിഷ്യന്മാരാണ്. അവിടുത്തെ പ്രിയ ശിഷ്യനും ശിഷ്യയോഗ്യമാകാൻ നമുക്കും ആഗ്രഹിക്കാം. അതിന് അവിടുത്തെ വശത്തിൽ അവിടുത്തോട് ചേർന്നിരിക്കണം. ലോകത്തിൻ്റേതായ ബഹളങ്ങളിൽ ഓടി നടക്കുമ്പോൾ കുറച്ച് സമയം ഈശോയോടൊപ്പം ഒന്നിരുന്ന് ആ ഹൃദയസ്പന്ദനങ്ങളൊന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഈശോയുടെ വശത്തിൽ ചാരാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈശോയെ ദർശിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ വീട്ടിലുള്ളവരുടെ, നമ്മുടെ കൂടെയുള്ളവരുടെ, വേദനിക്കുന്നവരുടെ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാനൊന്ന് സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഈശോയുടെ പ്രിയ ശിഷ്യനും ശിഷ്യയുമൊക്കെ മാറാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.